16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണുന്നില്ല. ഇന്നലെ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിന്റെ മുകളിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോയതാണ്. നല്ല ഒരു പെൺകുട്ടിയാണ്. എത്ര വയസ്സുണ്ട്? 16 വയസ്സുണ്ട്. ആ പെൺകുട്ടിക്ക് എത്ര വയസ്സ്? 16 വയസ്സുണ്ട്. 16 വയസ്സുള്ള ആ പെൺകുട്ടി ഉറങ്ങാൻ വേണ്ടി പോയതാണ്. ആ പെൺകുട്ടിന്റെ ബാപ്പ സുബഹിക്കല്ല ഈ മകളെ വിളിച്ചുണർത്താറ് പതിവുള്ളത്. സുബഹി ബാങ്കിന്റെ കുറെ നേരം മുമ്പ് തന്നെ, സുബഹിന്റെ മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പേരെന്താണ്? തഹജ്ജുദ് നിസ്കാരം. എന്താ പേര്? തഹജ്ജുദ് നിസ്കാരം. എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങിയാല് സുബഹിന്റെ മുമ്പായിട്ട്, ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പായിട്ട് നിസ്കരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തുള്ള നിസ്കാരം. ആ നിസ്കാരത്തിന്റെ പേരാണ് തഹജ്ജുദ്. ഈ ബാപ്പയും അങ്ങനെ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ബാപ്പയാണ്. അദ്ദേഹത്തിന്റെ മകളായ 16കാരി ചെറിയ പെൺകുട്ടിയാണ്. 16 വയസ്സേ ആയിട്ടുള്ളൂ. ഇന്ത്യ നിയമത്തിൽ 18 വയസ്സായെങ്കിലേ പെൺകുട്ടിനെ കെട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ വെച്ച് പറയുകയാണെങ്കിൽ കെട്ടിക്കണ പ്രായമായിട്ടില്ല. 16 വയസ്സുള്ള പെൺകുട്ടിയാണ്. സുബഹിന്റെ മുമ്പ് എണീക്കാറ് പതിവുള്ള നല്ല മോളാണ്. ആ മകളടുത്ത് പോയി നോക്കുമ്പോ ബാപ്പ മകളെ വിളിച്ചുണർത്താൻ വേണ്ടി പോയി നോക്കുമ്പോ മകളെ കാണുന്നില്ല. ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി പോയതാണ്. മകളെ കാണുന്നില്ല. നിങ്ങൾ അറിഞ്ഞില്ലേ വിഷയം? അറിഞ്ഞോ? നിങ്ങൾ അറിഞ്ഞിട്ടില്ല. സംഭവം റെഡിയാണ്. ഉദാഹരണം പറഞ്ഞതല്ല, ഒരു ശരിയായ സംഭവമാണ്. ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ അത് ഉള്ളതാ. പക്ഷെ എന്നാണ് ഇന്നലെ എന്ന് പറഞ്ഞാല്, ഉസ്താദ് നിങ്ങൾ അറിഞ്ഞില്ലേ? കക്കോ ഉസ്താദ്, ആ സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലേ? എന്താണ് അറിയാത്തത്? അൽഹംദുലില്ലാഹ്, ഉസ്താദ് അതിനു വേണ്ടി പോയതല്ലേ? അൽഹംദുലില്ലാഹ്, ഉസ്താദിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് മുഹീദ്ദീൻ ശൈഖിന്റെ കാലത്തുള്ള ഒരു ഇന്നലെയാണ്. അതുകൊണ്ട് ഞങ്ങളത് അറിയാത്തത്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കാലത്തുള്ള ഇന്നലെയാണ്. ആ ബാപ്പാന്റെ പേരെന്താണെന്നറിയോ? 16 വയസ്സുള്ള ബാപ്പാന്റെ പേര്, 16 വയസ്സുള്ള കുട്ടിന്റെ ബാപ്പാടെ പേരെന്താ? അബ്ദുല്ലാഹ് അൽ അസ്ജി റളിയല്ലാഹു അൻഹു എന്നാണ് പേര്. എന്താ പേര്? അബ്ദുല്ലാഹിൽ അസ്ജി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ സുബഹിന്റെ മുമ്പ് തന്നെ നോക്കുമ്പോ, തഹജ്ജുദിന് വേണ്ടി വിളിച്ചുണർത്താൻ വേണ്ടി പോയി നോക്കുമ്പോ മകളെ അവിടെ കാണുന്നില്ല. വലിയ സങ്കടല്ലേ? സങ്കടായി പോയി, വിഷമത്തിലായി പോയി. അന്ന് മുഹീദ്ദീൻ ശൈഖ് ഹയാത്തിലുള്ള കാലമാണ്. ശൈഖ് വർഗൽ അടുത്തേക്ക് ഓടുകയാണ്. ഈ ബാപ്പാന്റെ പേരെന്താണ്? അബ്ദുല്ലാഹ് അൽ അസ്ജി. അബ്ദുല്ലാഹിൽ അസ്ജി റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് പറയാണ്, ശൈഖ് വർഗളെ, യാ ശൈഖനാ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ, എന്റെ മകളെ എല്ലാ ദിവസവും സുബഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാറുള്ള മോളാണ്. ഇന്നും പതിവ് പോലെ എല്ലാ ദിവസവും വീട്ടിന്റെ മാളികന്റെ മുകളിലാണ് ഉറങ്ങാറ് പതിവുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോ, സുബഹിന്റെ മുന്നേ ചെന്ന് നോക്കുമ്പോ മകളെ കാണുന്നില്ല എന്ന സങ്കടം ആരോട് പറഞ്ഞു? മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട് പറയുകയാണ്. വലിയ കറാമത്തുള്ള ആളല്ലേ? ജിന്നിനും ഇൻസിനും മറ്റ് മലക്കിനും ഞാനിവ എല്ലാവർക്കും മെയ്യ ശൈഖെന്നോവർ ചൽബിൽ ഖുത്ബി റബ്ബാനി വൽ ഗൗസി സമദാനി നജീന മിൻ കുല്ലി അഫാതി യാ അല്ലാഹ്. ഈ സങ്കടം, മകളെ കാണാത്ത സങ്കടം, മഹാനായ ശൈഖ് തങ്ങളോട് ചെന്നിട്ട് പറയാണ്, ഈ പെൺകുട്ടിന്റെ ബാപ്പയും ഒരു നല്ല സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ്. ശൈഖ് വർഗൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അതിന് പരിഹാരം പറയാണ്. എന്താ പരിഹാരം എന്നറിയോ? ഇന്ന്
രാത്രിയിൽ ഇശാക്ക് ശേഷം ഈ ബാപ്പയോട് പറയാണ്, പെൺകുട്ടിന്റെ ബാപ്പാനോട് പറയാണ്, എന്ത് ഇന്ന് രാത്രി ഇശാന്റെ ശേഷം 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച ശേഷം റവാത്തിബും അതിനു ശേഷമുള്ളതായ വിത്റും ഒക്കെ നിസ്കരിച്ച ശേഷം ഇദ്ഹബ് ഇലാ ഖറാബിൽ കർഹ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, അവിടത്തേക്ക് നിങ്ങൾ പോകണം. ആ പ്രദേശം ഏത് പ്രദേശം? കർഹ് എന്നാണ് നാടിന്റെ പേര്. ആരോടത് പറഞ്ഞത്? ഈ പെൺകുട്ടിന്റെ വാപ്പാനോട്. ആര് പറഞ്ഞു? ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയാണ്, ഇന്ന് ഇശാന്റെ ശേഷം കർഹ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് നിങ്ങൾ പോകണം. ഇശാ നിസ്കരിച്ചിട്ട് 2 റക്അത്ത് സുന്നത്തും നിസ്കരിച്ചിട്ട് റവാത്തിബ് സുന്നത്തും അതിനുശേഷമുള്ള വിത്റും നിസ്കരിച്ചിട്ട് 2 റക്അത്ത് സുന്നത്ത്, അത് റവാത്തിബിൽ പെട്ടതാണ്. അതെല്ലാ നിസ്കാരങ്ങളും കഴിഞ്ഞിട്ട് അപ്പോഴേക്കും സമയം ഒരുപാടാവും. ആ സമയത്ത് നിങ്ങൾ എങ്ങോട്ട് പോകണം? കർഹ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. ബഹ്ജത്തുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിലുള്ളതാണ്. ഈ കർഹ് എന്ന് പറയുന്ന പ്രദേശം എങ്ങനെയെന്നറിയോ? ചില സ്ഥലം ഉണ്ടാവില്ല, ഒരു കുന്ന്, അതിന്റെ മുകളിൽ വേറെ കുന്ന്, അതിന്റെ മുകളിൽ കുന്ന്, അതിന്റെ മുകളിൽ കുന്ന്, അതിന്റെ മുകളിൽ കുന്ന്, ഇങ്ങനെ തട്ടായിട്ടുള്ള സ്ഥലമാണ്. ഏകദേശം കൊടപ്പുറം ഒരു സുമാർ അങ്ങനെ തന്നെയാണ് അല്ലേ? ഏകദേശം അല്ലേ? ഒരു കുന്നായിട്ടുള്ള സ്ഥലം അങ്ങനെ തന്നെയാണ്. കുറെ കുന്നുള്ള സ്ഥലമാണോ? അതിന്റെ മേപ്പെട്ട് കുന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഫുള്ള് തട്ട് എന്ന് പറയാൻ പറ്റൂല. അല്ലാഹു തആല എല്ലാ കുന്നുകളിലും നമ്മളെ ഈ കൊടപ്പുറത്തും എല്ലാ പ്രദേശങ്ങളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ കുന്നിന്റെ മുകളിൽ കുന്ന് 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 അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഏത്? കർഹ് എന്ന് പറയുന്ന പ്രദേശം. അവിടെ മനുഷ്യന്മാരൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. പഴയ കാലത്ത് പടി അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടുന്നാണ്ട് ഇറങ്ങുകയാണെങ്കിൽ കോയോടുക്ക് ഈ മറ്റേ വാഴയൂർക്കൊക്കെ പോകുമ്പോൾ കുറേ കേറ്റാണ്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ ഇറക്കമുള്ളല്ലേ, ഭയങ്കര ഇറക്കത്തിൻ്റെ അടിയിലാണ് കുറേ മനുഷ്യന്മാർ താമസിക്കണം. ഞാൻ അവിടെ വന്നിരുന്നു 5-6 മാസം മുന്നേ. അള്ളാഹു എല്ലാ നാടുകളിലും ബറക്കത്ത് നൽകണേ അള്ളാഹ്. മുഅ്മിനീങ്ങൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാഹ്. ലോകത്തെ എല്ലാ സ്ഥലത്തും മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധന്മാരുണ്ട്, വേറെ പലരും ഉണ്ട്. എല്ലാവർക്കും ഒരു പ്രശ്നവുമില്ലാതെ, സംഘർഷങ്ങളില്ലാതെ, സംഘട്ടനങ്ങളില്ലാതെ ജീവിക്കാനുള്ള റാഹത്തുള്ള അവസ്ഥ, നല്ല ഒരു സന്തോഷത്തിന്റെ അവസ്ഥ ഇനിയും നിലനിർത്തണേ അല്ലാഹ്. ആമീൻ. അപ്പൊ ഈ പ്രദേശത്തിന്റെ പേരെന്താണ്? കർഹ് എന്നാണ്. ഏത് പ്രദേശം? മുഹീദ്ദീൻ ശൈഖ് അങ്ങോട്ടാ പോകാൻ പറഞ്ഞത്. ആരോട്? ഈ പെൺകുട്ടിന്റെ വാപ്പാനോട്. എപ്പോ പോണം? ഇശാന്റെ ശേഷം, ആഫ്റ്റർ ദ പ്രയർ ഇശ നിസ്കാരത്തിന്റെ ശേഷം പോണം. പച്ചപ്പകല് പോയാ പോരാ. നമ്മളാണ് മോളെ കിട്ടാനുള്ള പരിഹാരം ബാപ്പാനോട് പറഞ്ഞു കൊടുക്കുക മുഹീദ്ദീൻ ശൈഖ്. നമ്മളാണെങ്കിൽ പോ ഉസ്താദെ, നമ്മളെന്താ പറയാ? ശൈഖേ, ഉസ്താദേ, എന്തും ഞാൻ ചെയ്തോളാം, അത് നിങ്ങൾ എന്നോട് പറയരുതട്ടോ. ഏത്? ആ കർഹിലേക്ക് പോകാൻ. അവിടെ ഒരു മനുഷ്യനില്ലാത്ത സ്ഥലമാണ്. മധ്യാഹ്ന വേളയിൽ പോലും ആ നാട്ടിലേക്കെത്തി നോക്കാറില്ല മാനവ ജീവികൾ, എത്തി നോക്കാറില്ല മാനവ ജീവികൾ. മധ്യാഹ്ന വേള എന്ന് പറഞ്ഞാൽ നട്ടുച്ചക്ക് പോലും ഒറ്റ മനുഷ്യനും ഇല്ലാത്ത സ്ഥലമാണ് ആ സ്ഥലം. ഏത്? കർഹ് എന്ന നാടിന്റെ പേര്. അവിടെ ചെല്ലാൻ വേണ്ടി ശൈഖ് അവർകൾ പറയാണ്, മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹു കൊടുത്ത വിവരപ്രകാരം ബഹുമാനപ്പെട്ട ഔലിയാക്കൾ സംസാരിക്കുന്നത് അത് അള്ളാഹുവിൽ നിന്ന് വിവരം കിട്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവര് ലോകത്തിനെ നിയന്ത്രിക്കുന്നത് അവരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനേക്കാളും വലിയൊരു നിയന്ത്രണം എന്ന് ആ പറഞ്ഞതിന് അർത്ഥമില്ല. ഇന്ത്യ രാജ്യം നരേന്ദ്രമോദിന്റെ കയ്യിലാന്ന് പറഞ്ഞാല് എല്ലാ രാജ്യം, ഇവിടെ ഒരാള് ഉറങ്ങണതും ആരൊക്കെ ലോകത്ത് ഉറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് മൂപ്പര് അറിയുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ ആരൊക്കെ ജീവിക്കുന്നുണ്ട്, എല്ലാ ആൾക്കാരുടെ പേര്, ഓന്റെ വാപ്പാന്റെ പേര്, ഓന്റെ ഉമ്മാന്റെ പേര് അടക്കം പ്രധാനമന്ത്രിക്ക് അറിയും എന്നതിന് അർത്ഥമില്ല. ഓരോന്നിനും ഓരോ അർത്ഥതലങ്ങളുണ്ട്, അത് മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അങ്ങനെ നിയന്ത്രണം ഇല്ല എന്ന് പറയുന്നവരാണ് വഹാബികൾ.
എല്ലാ നിയന്ത്രണങ്ങളും അതിന്റെ ഒക്കെ സാക്ഷാൽ ഉടമസ്ഥനാരാണ്? റബ്ബാണ്, അള്ളാഹുവാണ്. ആ അള്ളാഹു കൊടുക്കുന്ന കഴിവ് പ്രകാരം പടച്ച റബ്ബ് വെച്ച ലിമിറ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് ലോകത്തിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഔലിയാക്കളൊക്കെയും ലോകത്തിനെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാലാകാലവും എല്ലാ വിഷയത്തിലും ഒരു പരിധിയുമില്ലാതെ ഇത്ലാഖൻ ഒരു ഉപാധിയില്ലാതെ നിയന്ത്രിക്കും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞുകൂടാ. ശൈഖുനാ സിയം വലിയുല്ലാഹ് റബ്ബേ അവരെ ദർജയെ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. ദുനിയാവിൽ നടക്കണ എല്ലാ കാര്യവും എല്ലാ കാലത്തും മൂപ്പര് നിയന്ത്രിക്കും എന്നൊന്നും ആ പറഞ്ഞതിന് അർത്ഥമില്ല. എന്നാലും വലിയ സ്ഥാനമുള്ളവരാണ്. അള്ള കൊടുക്കുന്ന കറാമത്ത് അത് അള്ള കൊടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ കർഹ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു. അവിടെ ചെന്നാൽ നിങ്ങളെ മകളെ കിട്ടും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ പറഞ്ഞ മാതിരി ചെയ്യണം. എന്താ വേണ്ടത്? ഇശാക്ക് ശേഷം അവിടെ പോയിട്ട് 5ാമത്തെ കുന്നിന്റെ മുകളിൽ കയറണം. ഒരു കുന്ന്, അതിന്റെ മുകളിൽ വേറെ കുന്ന്, അങ്ങനെ ഒരുപാട് കുന്നുണ്ട്. എത്രാമത്തെ കുന്നിന്റെ മുകളിൽ കയറണം? 5ാമത്തെ കുന്നിന്റെ മുകളിൽ നിങ്ങൾ കയറണം. മോനെ ഇങ്ങോട്ട് നോക്ക്. 5ാമത്തെ കുന്നിന്റെ മുകളിൽ. അഫ്ളൽ ഉസ്താദെ ഇങ്ങോട്ട് നോക്കി, അല്ലെങ്കിൽ അഫ്ളലിന്റെ ഫളീലത്ത് കുറഞ്ഞു പോകും. 5ാമത്തെ കുന്നിന്റെ മുകളിൽ കയറാൻ പറഞ്ഞു. ആരോട്? കുട്ടിന്റെ വാപ്പാനോട്. അതെ, അൽഹംദുലില്ലാഹ്. അങ്ങനത്തെ ഉത്തരങ്ങൾ വരട്ടെ. അങ്ങനെ കുട്ടിന്റെ വാപ്പായുടെ പേര് അബ്ദുല്ലാഹിൽ അസ്ജി എന്ന് വലിയ സ്വാലിഹായ മനുഷ്യനാണ്. ആലിമായ സ്വാലിഹായ നല്ലൊരു വാപ്പയാണ്. സാധാരണ ഒരു വാപ്പല്ല. സാധാരണ വാപ്പയാണെങ്കിൽ പറഞ്ഞു, ഉസ്താദേ ഞാനാണ്ട് പോയിട്ടോ, നിങ്ങൾ വേറെന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ നോക്കി, എന്നെ കൊണ്ട് അങ്ങോട്ട് ആ ഇഷാന്റെ ശേഷമുള്ള നാട് കുറെ ഇരുട്ടായ സമയത്ത് അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല. ഒറ്റ മനുഷ്യനും അങ്ങോട്ട് കിടക്കാത്ത സ്ഥലം മനുഷ്യന്മാരവിടെ ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അവിടെ ഉള്ള കുറെ ജിന്നു ശൈത്താനുമാണ്. പക്ഷേ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയാണ്, കർഹ് എന്ന് പറയുന്ന മനുഷ്യന്മാരില്ലാത്ത വിജനമായ സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് വലിയൊരു വട്ടം വരക്കണം. ഇങ്ങനെ വായുവിൽ ഇങ്ങനെ ഒരു വട്ടം വരക്കും പോലെ കാണിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് ഒരു വലിയ വട്ടം വരയ്ക്കുക. ഒരു സർക്കിള്, അറബിയിൽ ദായറ എന്നാ പറയാ അല്ലേ? ആ ദായറ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിങ്ങൾ ഇരിക്കണം എന്ന് പറയാണ്. വലിയൊരു വട്ടം വരയ്ക്കാം. അങ്ങനെ വട്ടം ഇങ്ങനെ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കോലം കാണിക്കുക എന്നർത്ഥം. അതെങ്ങനെ വേണം വട്ടം വരയ്ക്കേണ്ടത്? ബിസ്മി ചൊല്ലണം. പിന്നെയോ അലാനിയത്തി അബ്ദുൽ ഖാദിർ ജീലാനിയാകുന്ന എന്നെ മനസ്സിൽ കരുതിയിട്ട് നിങ്ങളൊരു വട്ടം വരക്കണേ. അങ്ങനെ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ ദിക്റും ചൊല്ലിയിട്ട് നിങ്ങൾ ഇരിക്കണേ. ഈ ബാപ്പയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പല ശൈത്താന്മാര് നിങ്ങളെക്കൊള്ള വരാൻ സാധ്യതയുണ്ട്. പല ജിന്നുകൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ വിഷയാക്കണ്ട, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, പേടിക്കണ്ട. ആ ഒരു ഉറപ്പിൽ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞതല്ലേ പേടിക്കണ്ടെന്ന്. ഒരു പേടിയും ഇല്ലാതെ. കാരണം എല്ലാ ജിന്നിന്റെയും നിയന്ത്രണത്തിന്റെ ജിന്നിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയാണ്. ജിന്നിനും ഇൻസിനും മറ്റ് മലക്കിനും, ജിന്നിനും ഇൻസിനും മറ്റ് മലക്കിനും, എല്ലാ ജിന്നിനേക്കാളും എല്ലാ ഇൻസിനേക്കാളും വലിയ സ്ഥാനത്താണ് ആരെ? ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അതെ, ജിന്നിനും ഇൻസിനും മറ്റ് മലക്കിനും ഞാനീവയെല്ലാവർക്കും മെയ്യേ ശൈഖ് എന്നോവർ എല്ലാ വലികളും മേലെ ഖുത്ബാണോരും എന്നോട് വീട്ടിലെ പുള്ളരാജം നോവർ ചൊല്ല് ബിൽ ഖുത്ബി റബ്ബാനി. ജിന്നുകളെ നിയന്ത്രിക്കാനുള്ള അധികാരം എനിക്കുണ്ട് എന്നാ പറഞ്ഞത്.
ഇത് മുഹീദ്ദീൻ ശൈഖിന് ഇങ്ങനെ നിയന്ത്രിക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ അവരെക്കാളും എത്രയോ സ്ഥാനം മേലെയുള്ളതായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ നിയന്ത്രണത്തിന്റെ അധികാരം പിന്നെ പറയാനുണ്ടോ? അമ്പിയാക്കളെ അധികാരം പിന്നെ പറയാനുണ്ടോ? ഈ കൊടപ്പുറത്ത് അടക്കം ഭരണം നടത്തിയ ഒരു ഭരണാധികാരിയുണ്ട് ലോകം മുഴുവനും. അതിൽ കൊടപ്പുറം വിട്ടുപോയി, പെരിങ്ങാവ് വിട്ടുപോയി, ചെറുകാവ് പഞ്ചായത്ത് മാത്രമല്ല, മലപ്പുറം ജില്ല മാത്രമല്ല, ചാലിയാറിന്റെ അപ്പുറം ഏത് കോഴിക്കോട് ജില്ല വിട്ടുപോയി. എല്ലാ സ്ഥലത്തും അധികാരം നടത്തിയ ഒരാളുണ്ട്. ഇന്റർനാഷണൽ തലത്തിൽ ലോകത്തിൽ അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞു അദ്ദേഹത്തിന്. ലോകം അടക്കി ഭരിച്ച ഇന്റർനാഷണൽ ഭരണാധികാരി. എന്താ മൂപ്പരെ പേര്? മനസ്സിലായില്ലേ? പടച്ചോനെ, നമ്മളെ സുൽഫീഖറിന്റെ മോനക്കൊന്നും അത് അറിഞ്ഞില്ല. അള്ളാഹു താല വാപ്പാക്കും മോനക്കും എല്ലാ വാപ്പമാർക്കും ബറക്കത്ത് കൊടുക്കണേ അള്ളാഹ്. ഇന്റർനാഷണൽ തലത്തിലുള്ള ആ ഭരണാധികാരി ആരാന്ന് അറിഞ്ഞില്ലേ? ആരാ? വലി സുലൈമാൻ ലോകം മുഴുവനും അടക്കി ഭരിച്ച അള്ളാന്റെ പൊരുത്തം കിട്ടിയ ഭരണാധികാരി, അമ്പിയാക്കളിൽപ്പെട്ട സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. കണ്ടോ? അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവർക്ക് ജിന്നുകളെ നിയന്ത്രിക്കാനുള്ള അധികാരം അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ജിന്നിനെയും കൊടപ്പുറത്തൊക്കെ അന്ന് മനുഷ്യന്മാരുണ്ടാകുന്ന കാര്യം പ്രയാസാണ്. ആ കാലത്താണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം ജിന്നുകളെ മുഴുവനും അടക്കി ഭരിച്ചില്ലേ? ജിന്നും മിൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ്. ജഗതലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദുഹുദ് ഒരു കഥയോദിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബായല്ലോ. ജിന്നും മിൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ്. ജഗതലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദുഹുദ് ഒരു കഥയോദിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബായല്ലോ. അരുവികൾ പോലും വറ്റി വരണ്ടൊരു യമനിലെ സബഅ ഗോത്രത്തിൽ ഇരവിലും തൊട്ടാൽ കൈപൊള്ളുന്നൊരു വെണ്ടരി മണലിൻ മധ്യത്തിൽ പലവിധ വർണ്ണപ്പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പളപള വെട്ടി തിളങ്ങുന്നുണ്ടൊരു പളുങ്കൊളി നീല കൊട്ടാരം. ആ കൊട്ടാരത്തിന് തട്ടുകലെട്ടുണ്ട്. ആ തട്ടുകലെട്ടിലും 8 അറയുണ്ട്. 8 തൊട്ടിലും കട്ടിലും പെട്ടിയും മേശയും കുറുസുണ്ട്. മണിമാണിക്യ കട്ടില് 4 തട്ടിലിരിപ്പുണ്ട്. ജിന്നും മിൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ്. ജഗതലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദുഹുദ് ഒരു കഥയോദിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബായല്ലോ. അല്ലാഹു തആല അവിടെ ജിന്നും മിൻസും അടക്കി ഒതുക്കി എല്ലാ ജിന്നിനെയും എല്ലാ ഇൻസിനെയും എല്ലാത്തിനെയും അടക്കി ഭരിച്ചിട്ട് വലിയ വലിയ രാജ്യം മുഴുവനും ലോകം മുഴുവനും അടക്കി ഭരിച്ച ഭരണാധികാരിന്റെ പേരെന്താ? അതന്നെ, എന്ത്? സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ എന്നുള്ള പേരുള്ള ഇവിടെ ആരും ഇല്ലല്ലോ. ഇല്ല, ഇവിടെ മുമ്പുണ്ടായിരുന്ന സുലൈമാൻ എന്നുള്ള പേരുള്ള ആള്. അപ്പം ഇനിയൊരു പേരിടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാഹു തആല സുലൈമാൻ എന്ന പേരിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു കുട്ടീനെ അല്ലാഹു തആല നൽകുമാറാകട്ടെ. കുട്ടീനെ അല്ലാഹ് തരുമ്പോ പേരങ്ങനെ ഇട്ടാൽ മതി. അപ്പൊ നമ്മളെ വിഷയം എന്താ അറിയോ? അള്ളാന്റെ അമ്പിയാക്കന്മാരെ തഹ്തിലാണ്, താഴെയാണ് ആര്? ഔലിയാക്കന്മാർ. അള്ളാന്റെ റസൂലിനെ സഹായിച്ചവരാണ് റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കളൊക്കെ. എല്ലാ നബിമാരുടെയും ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കൾ ലികുല്ലി വലിൻ ലഹു ഖദമും വഇന്നി
على قدم النبي بدر الكمال എല്ലാ വലികളും ഓരോ നബി വശി എന്ന് പറഞ്ഞാൽ വഴി. ഓരോ ഔലിയാക്കൾ ഓരോ നബിമാരുടെ വഴിയിലാണ്. ആസഫ് ഇബ്നു ബർഖിയ എന്ന വലിയ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ വഴിയിലാണ്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു എന്ന വലിയ ഈസ അലൈഹിസ്സലാമിന്റെ വഴിയിലാണ്. അതാ പറഞ്ഞത് എന്ത്? എല്ലാ വലികളും ഓരോ നബി വശി ഞാനെന്റെ ബാബ കാൽവാശി എന്നോവർ ചെല്ല് ചെല്ല് അല്ലാ തീരൂ പേരും തുതിയും സ്വലവാത്തും അതിനാൽ പടച്ചോനെ ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല മക്കളാണ്. അല്ലാഹ് മുഹീദ്ദീന്മാരെ നല്ലോണം റാഹത്തിൽ ചെല്ലുന്ന മക്കൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ അവരെ ഖാദിമാകാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതാണ് പറഞ്ഞത്. ഏത് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജിന്നിനെ നിയന്ത്രിക്കുന്നവനാണ്. കാലാകാലം ഒരു ഉപാധിയും കൈതുമില്ലാതെ നിയന്ത്രിക്കുമെന്നല്ല പടച്ചറബ് കൊടുത്ത ചില നിയന്ത്രണങ്ങളുണ്ട്. അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിന് തങ്ങളെക്കാളും സിദ്ദീഖ് തങ്ങളെക്കാളും വലിയ മേലെയാണ് മുഹീദ്ദീൻ ശൈഖ് എന്നും അതിനർത്ഥമില്ല. അങ്ങനൊന്നും അർത്ഥമില്ല. അത് ഓരോ സന്ദർഭത്തിലുള്ള അർത്ഥങ്ങളും വിശദീകരണങ്ങളും കൈതുകളും ഉപാധികളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാവും. അങ്ങനെ രാത്രി പോകാൻ പറഞ്ഞു. മഹാനവർകൾ പോയി. ഈ കുട്ടിന്റെ വാപ്പ പോയി. അതാണ് വിഷയം. ഈ കുട്ടിന്റെ വാപ്പ ആ പറഞ്ഞ നാട്ടിലേക്ക് പോയി. എന്താ നാടിന്റെ പേര്? കർഹ് എന്നാണ് പേര്. ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ട്. ഉസ്താദ്മാർ ഇതൊക്കെ പറയുന്നവരും എന്നെക്കാളും പല വിഷയം മൂപ്പർക്ക് അറിവുള്ളതുമാണ്. അങ്ങനെയാണ്. ഒരാൾക്ക് അറിയാത്ത പല ഇൽമും മറ്റാക്കുണ്ടാവും. അല്ലാഹു നമ്മളെ ഇൽമെല്ലാം ഏറ്റിത്തരണേ അല്ലാഹ്. ബറക്കത്തുള്ള നാഫി ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ഇൽമാക്കി തരണേ അല്ലാഹ്. ആമീൻ. അങ്ങനെ ചെന്ന് മഹാനവർകൾ പറയാണ്, ഈ അബ്ദുല്ലാഹിൽ അസ്ജി എന്ന മഹാൻ പറയാണ്, ഞാൻ ആ പറഞ്ഞ മാതിരി വലിയ വട്ടം വരച്ച് ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വിത്രൊക്കെ എല്ലാം കഴിഞ്ഞ് എല്ലാ സുന്നത്തുകാരും കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്നിട്ട് വട്ടം വരച്ച് ഞാനിങ്ങനെ ഔറാദുകളും ദിക്റുകളുമായിട്ട് കഴിഞ്ഞുകൂടുമ്പോ അതാ വരുന്നു തീഗോളത്തിന്റെ രൂപത്തിലുള്ള ശൈത്താന്മാര്, വലിയ വലിയ പാമ്പിന്റെ കോലത്തിലുള്ള ശൈത്താന്മാര്. പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരേ, ജിന്നെ ഭയമേതും കൂടാതെ പറിച്ചെറിഞ്ഞിട്ടോവർ പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരേ, ഭയമേതും കൂടാതെ പറിച്ചെറിഞ്ഞിട്ടോവർ. ശൈത്താന്മാരെ വരും, ഒറ്റ വരവാ വരുന്നത്. തീഗോളത്തിന്റെ മോഡലിൽ, പാമ്പിന്റെ മോഡലിൽ, ഭീകര ജീവികളുടെ കോലത്തിൽ. മഹാനായ അബ്ദുല്ലാഹിൽ അസ്ജി തങ്ങൾ പറഞ്ഞത് ഇമാം ശത്നൂഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബിൽ പറയുകയാണ്. ഇങ്ങനെ വന്നു എന്നല്ലാതെ വരുന്നു എന്നല്ലാതെ ഈ വലിയ വട്ടം വരച്ചിക്കണല്ലോ, ആ വട്ടം വരച്ച സർക്കിളിന്റെ, അതായത് സർക്കിൾ പറഞ്ഞ വട്ടം, ആ വലിയ വട്ടത്തിന്റെ അടുത്തേക്ക് എത്തും. പക്ഷെ വട്ടത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റൂല. വന്നിട്ട് ആ വന്നതിനേക്കാളും വലിയ സ്പീഡിൽ അങ്ങോട്ട് തിരിച്ചു പോവുക. എന്താ തിരിച്ചു പോണത്? തീഗോളങ്ങൾ. എന്താ മോനെ തിരിച്ചു പോണത്? വലിയ വലിയ പാമ്പുകൾ. തീഗോളം എന്ന് പറഞ്ഞാലും പാമ്പ് എന്ന് പറഞ്ഞാലും എന്താണ്? അതൊക്കെ ശൈത്താന്മാര് വരിക പല കോലത്തിൽ. ശൈത്താന്മാർക്ക് പല കോലത്തിലും വരാൻ പറ്റും. നിങ്ങൾ കേട്ടിട്ടില്ലേ? ബദർ യുദ്ധത്തിൽ ശൈത്താൻ വന്നത് സുറാഖത്ത് എന്ന മനുഷ്യന്റെ കോലത്തിലാണ്. ബദർ യുദ്ധത്തിൽ അബൂജഹലിനെ സഹായിക്കാൻ 1000 ശൈത്താന്മാര് വന്നു. ജഹലിൽ അകമതിയിലെ ഇരുവരും കഴിക്കോർത്ത് അഹദ് ചെയ്തണികിട നടന്നടൈമേത്ത്, അഹദ് ചെയ്തണികിട നടന്നടൈമേത്ത്. ആശാ പീരീശ നടക്കും നേരം ചേർന്നീ
ടൈഗറുകൾ വീണ ചെയ്യും ഷദീദാലെ വീണ ചെയ്യും ഷദീദാലെ ചേടാക്കോ ഫിർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചണ്ടകൾ തകുണിതം മതിച്ച് വിപടയും കണ്ടിടെ കുറെ ഫൗസുകൾ വാരിച്ചൊടിയും ഉണ്ടവർകളിലയിൽ പലതരം കൊടിയും ചെമ്മേ ഒരു ദൂര അതിൽ ഉണ്ട് അതിൽ ഉണ്ട് ചേർന്നിങ്ങടുത്തപ്പോൾ കണ്ണങ്ങളിച്ച് എന്താ പറഞ്ഞ ചേർന്നിട്ടരികൾ അരികർകൾ എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ സ്വഹാബത്ത് യുദ്ധം ചെയ്യണ സമയത്ത് ബദറിൽ യുദ്ധം ചെയ്യണ സമയത്ത് അബൂജഹലിനെ സഹായിക്കാൻ 1000 ആൾക്കാർ വന്നു ലേ എങ്ങനെ വന്ന് ചെണ്ട മുട്ടിയിട്ടാ വന്നത് ചെണ്ടകൾ തകുണിതം മതിച്ച് വിപടയും ഇത് വെറും പാട്ടല്ലത് കിതാബിലുള്ളതാ ഇതെല്ലാം ചരിത്രത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ് ആർക്കും നിഷേധിക്കാൻ പറ്റൂല നിഷേധിച്ചാൽ കിതാബാണ്ട് കാണിച്ചു തരും ചെണ്ട മുട്ടിയിട്ട് 1000 ശൈത്താന്മാര് ബദറിന്റെ പടക്കളത്തിലേക്ക് അബൂജഹലിനെ സഹായിക്കാൻ വന്നു ചെണ്ടകൾ തകുണിതം മതിച്ച് വിപടയും കണ്ടിടെ കുറെ ഫൗസുകൾ വാരിച്ചൊടിയും ചെണ്ടകൾ തകുണിതം മതിച്ച് വിപടയും കണ്ടിടെ കുറെ ഫൗസുകൾ വാരിച്ചൊടിയും ഉണ്ടവർകളിലയിൽ പലതരം കൊടിയും ചെമ്മേ ഒരു ദൂര ആദിയിൽ ഉണ്ട് ആദിയിൽ ഉണ്ട് തേർന്നീങ്കടുത്തപ്പോൾ ശുജാഅത്ത് മശ്ഹൂറാം ധീരൻ സുറാഖത്ത് ഇബ്നു മാലിക്കാം ചേർന്നിങ്കടുത്തപ്പോൾ ശുജാഅത്ത് മശ്ഹൂറാം ധീരൻ സുറാഖത്ത് ഇബ്നു മാലിക്കാം അടുത്തേക്ക് വന്നു നോക്കുമ്പോ ഈ 1000 ആൾക്കാരുടെ നേതാവ് സുറാഖത്താണ് അപ്പൊ സുറാഖത്ത് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മക്കത്തിന്റെ അടുത്തുണ്ട് കിനാന ഗോത്രത്തിന്റെ തലവനാണ് അയാളുടെ പേരാണെന്ത് സുറാഖത്ത് അപ്പൊ ആ സുറാഖത്തിന്റെ കോലത്തിലവൻ സംഗതി ഒറിജിനൽ സുറാഖത്തല്ലത് മനുഷ്യനായ സുറാഖത്തല്ല ഈ വന്നിക്കണത് പിന്നെ ശൈത്താനാണ് സുറാഖത്തിന്റെ കോലത്തിൽ വന്നതാ മനസ്സിലായ പല കോലത്തിലും ജിന്നിനും ശൈത്താനും വരാൻ വെക്കും ആ സുറാഖത്താണ് അബൂജഹൽ വിചാരിച്ചത് പക്ഷേ ഇത് ഒറിജിനൽ സുറാഖത്തല്ല ആയ സുറാഖത്തേണ്ടവൻ ആമേ ഇബ്ലീസ് മനസ്സിലായോ ഈ സുറാഖത്ത് ആരാണ് അതാ പറഞ്ഞത് ആയേ സുറാഖത്തേണ്ടവൻ ആമേ ഇബ്ലീസ് ആകെ ഫൗജും തൻശയത്തിങ്കളം ജഹലിൽ അകമതിയിലെ ഇരുവരും കഴിക്കോർത്ത് അഹദ് ചെയ്താണ് ഇട നടനടൈമേത്ത് അഹദ് ചെയ്താണ് ഇട നടനടൈമേത്ത് ആശാ പീരീശത്തിൽ നടക്കും നേരോ കണ്ടോ ആയേ സുറാഖത്തേണ്ടവൻ ആമേ ഇബ്ലീസ് ആകെ ഫൗജും പിൻ ശയാത്തീൻകളാം ആ ശൈത്വാനും ഓന്റെ സംഘക്കാരുമാണ് അവര് വന്നിട്ട് എന്ത് ചെയ്തു അഹദ് ചെയ്ത് അണിയിട നടൈമെത്ത് ഓരോരോ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആൾക്കാരെ കയ്യാണ്ട് പിടിച്ചിട്ട് എടാ ഞമ്മക്ക് മുഹമ്മദിന്റെ തലയെടുക്കാനടാ അങ്ങോട്ടാക്കാനടാ അങ്ങോട്ടാക്ക എന്നിട്ട് ഇങ്ങനെ കുരക്കാൻ തുടങ്ങി ഓരോ ശൈത്താന്മാർ പക്ഷേ ശൈത്താന്മാര് അപ്പൊ വലിയ ചരിത്രം ബദറിന്റെ ചരിത്രമാണത് ശൈത്താന്മാര് വന്നു അതിന്റെ പിന്നാലെ മലായിക്കത്ത് വന്നപ്പോ ഈ അബൂജഹലിന്റെ കൈ ഒരു ശൈത്താന്റെ കൈ അബൂജഹൽ മുറുക്കി പിടിച്ചിക്കുക ഒരു ശൈത്താന്റെ കൈ അബൂജഹൽ മുറുക്കി പിടിച്ചിക്കുക മലായിക്കത്ത് വരുന്ന കാഴ്ച കണ്ടിട്ട് ഈ ശൈത്താൻ വലിക്കുന്നുണ്ട് കൈ വലിക്കുന്നുണ്ട് അബൂജഹലിന്റെ പിടുത്തത്തിൽ നിന്ന് കൈ വലിക്കുന്നുണ്ട് അബൂജഹൽ വിടുന്നില്ല അബൂജഹൽ ഒന്നുകൂടി മുറുക്കി പിടിച്ചു പിടുത്തത്തിന്റെ മുറുക്കം കൂട്ടി ആര് സ്ട്രോങ് ആക്കി അബൂജഹൽ അതിൽ മറ്റേ കൈ കൊണ്ട് ഈ ശൈത്താൻ അബൂജഹലിന്റെ നെഞ്ചത്ത് ഒരൊറ്റ കുത്ത് അങ്ങോട്ട് കൊടുത്തു ശൈത്താന്റെ കുത്ത് കിട്ടിയപ്പോ അബൂജഹൽ ഓ എന്നറിഞ്ഞ് ആണ്ട് പിടുത്തം വിട്ടു ഉംബർ സൂറത്തിലാരി ഗോറിട പോകിന്താർ ഉമ്മനെ ബി ഹൈമയുടെ ബബളവിൽ ബന്ദാർ
മോയിൻകുട്ടി വൈദ്യരുടെ ബദർപ്പടപ്പാട്ടിൽ ആ ഭാഗം നന്നായി വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അബൂജാഹിൽ പറഞ്ഞു, ഇബ്ലീസ് ഓടുമ്പോ അബൂജാഹിൽ പറഞ്ഞു, ഇപ്പൊ നീ പോവുകയാണോ? പോകരുത്, ഇത് ഭയങ്കര ചതിയാണ്. ഇപ്പോഴോ നീ പോകുവതും പഞ്ചതി ഇതെന്ന് എമ്പും മൊളി കേട്ടതായി മൽഊനും മുരയുന്ന്. ഇപ്പോഴാണോ നീ പോകാൻ കണ്ട നേരം? ഇത് ഭയങ്കര ചതിയാണ്. ഇപ്പോഴോ നീ പോകുവാതും പഞ്ചതി ഇതെന്ന് എമ്പും മൊളി കേട്ടതായി മൽഊനും മുരയുന്ന്. മൽഊനായ ശൈത്താൻ പറയാണ്, ഉൻസില അദാബ് കഹനിൻ നർദിൽ ഖൗമേ, ആകാശത്തിൽ നിന്ന് അദാബ് ഇറങ്ങിയിരിക്കണ്, മലായിക്കത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. അതുപോലെ ശൈത്താന്മാര് മാത്രമുള്ള ആ സ്ഥലത്തേക്ക് ഈ പെൺകുട്ടിന്റെ ബാപ്പങ്ങട്ട് ചെന്നു. അപ്പോഴതാ ശൈത്താന്മാര് പല കോലത്തിൽ വരാൻ തുടങ്ങി. കുറെ കഴിഞ്ഞു, അത്താഴം കഴിക്കുന്ന സമയമായി. നോമ്പുകാരി ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, നായിന്റെ കോലത്തിൽ ഇപ്പൊ ശൈത്താൻ വരും. കണ്ടങ്ങൾ അള്ളാഹു എല്ലാം ഇനിയിപ്പോ നായി ആണെങ്കിൽ എന്തിന്റെ ഷെറിൽ നിന്ന് അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ എന്തേ പറഞ്ഞറിയോ? എപ്പോഴാ? എത്ര ടൈമായി? അത്താഴത്തിന്റെ ടൈമായി. നോമ്പുകാരി അത്താഴം കഴിക്കുന്ന ടൈമായി. അതാ വരുന്നേ പടച്ചോനെ, അതാരാ? കുതിരപ്പുറത്തല്ലേ വരുന്നത്? അത്താഴം കഴിക്കണ സമയമായപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ അസ്ജി തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ കുതിരപ്പുറത്ത് ഒരാൾ വരികയാണ്. അത് ശൈഖ് അവർകൾ പറഞ്ഞ നേതാവാണ്. അത് സുന്നിയായ ജിന്നാണ്. ജിന്നിയാളെ കൂട്ടത്തിൽ സുന്നികളുണ്ട്, മുജാഹിദികളുണ്ട്, ബൾബൂരികളുണ്ട്, പല സൈസുകളുണ്ട്, ജിന്നൂരികളുണ്ട്. എല്ലാ ഐറ്റങ്ങളും മനുഷ്യ കിതാബിലുള്ളതാ, ഖുർആന്റെ തഫ്സീറിലുള്ളതാ. മനുഷ്യന്മാരിടയിലുള്ള വിവിധ ഗ്രൂപ്പുകളെല്ലാം ജിന്നുകളുടെ ഇടയിലുണ്ട്. ക്രിസ്ത്യാനികളാണെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനി, കത്തോലിക്ക ക്രിസ്ത്യാനി, യഹോവ സാക്ഷി ക്രിസ്ത്യാനി, പല സൈസുമാണ്. അതെല്ലാം അവിടെയുമുണ്ട്. എല്ലാ ജാതികളും മനുഷ്യന്മാരിടയിലുള്ള ജാതികൾ എവിടെ ഉണ്ട്? ഹിന്ദുക്കളുടെയിലുള്ള ഗ്രൂപ്പുകൾ. അതുപോലെ തന്നെ ജിന്നുകളായിരിക്കുന്ന ആ ജിന്നുകളെ കൂട്ടത്തിലും ഉണ്ട് എന്ന് കിതാബുകളിൽ പറയുന്നു. പല അഭിപ്രായക്കാരും, പല വിഭാഗങ്ങളും, പല ജാതികളും, പല വർഗങ്ങളും, ട്രൈബ്, ഷെഡ്യൂൾഡ്, എല്ലാ സൈസുകളും ഉണ്ടാവും. അല്ലാഹു തആല മനുഷ്യന്മാരിലുള്ളതെല്ലാം ജിന്നുകളിലുണ്ട്. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഒരു തീരുമാനം. അല്ലാഹു അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അത്താഴത്തിന്റെ സമയമായപ്പോ അതാ വരുന്ന കുതിരപ്പുറത്താണ് വന്നിട്ടുള്ളത്. അത് സുന്നിയാണ്, സുന്നിയായ ജിന്നാണ്, ഭരണാധികാരിയാണ്. അയാൾ വരുമ്പോ തന്നെ ചുറ്റുഭാഗത്ത് പരിവാരങ്ങളുണ്ട്, സെക്യൂരിറ്റികളുണ്ട്. അയാൾ വന്നപ്പോ ഒറ്റ മനുഷ്യനായിരിക്കുന്ന അബ്ദുല്ലാഹിൽ അസ്ജി തങ്ങൾ ഇങ്ങനെ നിൽക്കുക. കണ്ട, ഒരു പേടിയില്ല. എന്താ പേടിയില്ലാത്ത? മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ വിട്ടതാ അള്ളാന്റെ ഔലിയാക്കന്മാർക്ക്. അലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ صدق الله عز وجل سبحانه وتعالى. ചെല്ലാൻ അറിയില്ലേ? ഒന്ന് ചെല്ലിക്കാണ്. ദിക്ർ കൂട്ടമായി ചെല്ലുന്നോർത്ത് റഹ്മത്തിന്റെ മലക്ക് ഇറങ്ങി വരും. ചെല്ല്. സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. ചെല്ല് സുബ്ഹാനഹു വ തആല. പടച്ചോനെ, ഞങ്ങൾ കൂട്ടമായി ദിക്ർ ചൊല്ലിയത് നീ ഒന്ന് കബൂലാക്കണേ റഹ്മാനെ. ഇത് ബറക്കത്തുള്ള ദിക്റിന്റെ മജ്ലിസായി സ്വീകരിക്കണേ റഹ്മാനെ. ദിക്റിന്റെ ഹൽഖകൾ അത് സ്വഹാബത്തിന്റെ കാലത്ത് മുതലേ ഉള്ളതാണ്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുന്നത് സ്വഹീഹ് മുസ്ലിമിൽ ഉള്ളതാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ മദീനത്തെ പള്ളിയിൽ ഞങ്ങൾ കൂട്ടമായി ദിക്ർ ചൊല്ലുന്ന പതിവുണ്ട്.
നമ്മളെ പള്ളിയിൽ എല്ലാ മാസത്തിലും ഖുത്ബിയ്യത്ത് ചൊല്ലാറുണ്ട്. മാസത്തിൽ ഒരിക്കൽ തഖ്വ പള്ളിയിൽ കോട്ടപ്പുറത്ത് ഒരു മാസത്തിൽ ഒരിക്കൽ നമ്മളെ ബദരീങ്ങളെ പേര് പറയാറുണ്ട്, മഹദറത്തുൽ ബദരിയ ചൊല്ലാറുണ്ട്. ആ പള്ളിയിലേക്ക് നമ്മളെ മക്കളെ മുഴുവനും പറഞ്ഞേക്കണം പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ വല്ല ശൈത്താന്മാര് തട്ടിക്കൊണ്ടുപോകും. മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ശൈത്താന്മാരുണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. മിനൽ ജിന്നതി വന്നാസ്, വന്നാസ് എന്ന് പറഞ്ഞാലും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ശൈത്താന്മാരുണ്ട്. ദർസിലേക്ക് മഗ്രിബിന് അങ്ങോട്ട് പോകുമ്പോ +1 പഠിക്കുന്ന കുട്ടി താടി മീശൊക്കെ മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ദർസിലേക്ക് മഗ്രിബിന് ശേഷമുള്ള ദർസിലേക്ക് +2 പഠിക്കുന്ന കുട്ടി, ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന കുട്ടി ഇങ്ങനെ പോകുമ്പോ ഒരുത്തം പറയും എവിടേക്കാണോ പോണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ വരുമ്പോൾ ഒരു നല്ല പ്രായമുള്ള പക്വതയുള്ള ഉസ്താദ് മദ്രസയിൽ 10ാം ക്ലാസ്സിൽ ആ പെൺകുട്ടിയെ പഠിപ്പിക്കുമ്പോ ആ കുട്ടി വരുമ്പോ പറയാണ്, മുഖം മൂടി ധരിച്ചിട്ട് മുഖം ആരും കാണാതെ, ഈ പെൺകുട്ടി ആരാണെന്ന് പോലും കണ്ടാൽ അറിയാത്ത രൂപത്തിൽ അങ്ങനെ പോകണമെന്നാണ് അള്ളാന്റെ കൽപ്പന. അങ്ങനെ പെൺമക്കള് മദ്രസയിലേക്ക് വരുമ്പോ ചില ആൾക്കാരെ ചോദ്യം, എവിടേക്കാ ബമ്പർ നോളജ് പോണ്, +2 ആൺകുട്ടിനോട് ചോദ്യം, +2 എന്ത് മദ്രസക്കാ പോണ്, നിർത്താനായില്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ ദീന് പഠിക്കാൻ വേണ്ടി ദർസിലേക്കോ മദ്രസയിലേക്കോ വരുന്ന കുട്ടികളെ പിന്തിരിപ്പിക്കുന്നവരാവരുതേ നമ്മളെ നാട്ടിലെ കുട്ടികൾ കള്ളുകുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതേ പെണ്ണുപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 10 മണിയായാലും 11 മണിയായാലും 11:30 ആയാലും നമ്മളെ മക്കള് വീട്ടിലേക്ക് വരുന്നില്ല, നമ്മളെ ആൺമക്കൾ വരുന്നില്ല. ചോദിച്ചാ പറയും ഞാൻ മീൻ പിടിക്കാൻ പോയതാ. മനസ്സിലായോ? ആ ജീറാന് എന്നുള്ള ഒന്ന് പറഞ്ഞപ്പോ ഞാൻ നിർത്തിയതാ, ചിലപ്പോ ഞാൻ അതൊരു പ്രശ്നമാകണ്ട അല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മളെ ഈ പള്ളിയിൽ മഗ്രിബ് കഴിഞ്ഞാൽ ദർസുണ്ട്. അതിന് യോഗ്യനായ ഉസ്താദാണ് ഇവിടെ ഉള്ള ഉസ്താദ്. വേണമെങ്കിൽ നിങ്ങളെ മക്കൾക്ക് പകലൊക്കെ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ +1 +2 പഠിക്കണ മക്കളാണെങ്കിൽ, ആൺമക്കളാണെങ്കിൽ നമ്മളെ ഉസ്താദ് വേണമെങ്കിൽ ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കും, ഫിസിക്സിന്റെ ക്ലാസ് എടുക്കും. അല്ലാഹു തആല എല്ലാ കഴിവുകളും നമ്മളെ ഉസ്താദുമാർക്ക് നൽകണേ അല്ലാഹ്. ഇംഗ്ലീഷിന്റെ ഗ്രാമർ, ഫിഅലും ഫായിലും, വെർബ് അത് വെർബാണ്, ഇത് സബ്ജക്റ്റ് ആണ്, മറ്റതെന്താണ്, മറ്റേത് പാസീവ് വോയിസ് ആണ്, ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ഇതൊക്കെ കലക്കി കുടിച്ചിട്ടാണ് ഉസ്താദന്മാരൊക്കെ വരുന്നത്. നിങ്ങൾ സഖാഫി ഹൈസനി ഉസ്താദാണ് മൂപ്പരല്ലേ, അതൊക്കെ കലക്കി കുടിച്ച ഉസ്താദാണ്. അപ്പൊ അതുകൊണ്ട് 10ാം ക്ലാസ്സിലുള്ള ഗ്രാമറൊന്നും ഇവർക്ക് അറിയാതിരിക്കൂല. നല്ലപോലെ നോക്കി വെച്ചാൽ അതും അറിയും. അതും പഠിക്കാൻ നമ്മളെ ഉസ്താദുമാരുടെ അടുത്ത് സൗകര്യമുണ്ട്. ഒരുപാട് ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ വെറുതെ അവിടേക്കും കൊണ്ടോട്ടിക്കും രാമനാട്ടുകാർക്കും പോയിന്റ് ആക്കാർക്കും ഇക്കാർക്കും പോകാൻ നിൽക്കണ്ട. നമ്മളെ ഉസ്താദുമാർക്ക് എല്ലാ കഴിവുകളും വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, കഴിവുള്ള ഉസ്താദുമാരാക്കണേ റഹ്മാനെ. ആമീൻ. അത്താഴത്തിന്റെ നേരായപ്പോ ജിന്നിന്റെ നേതാവ്, സുന്നിയ നേതാവ് വന്നിട്ടൊരു ചോദ്യം ആരോട്? പെൺകുട്ടിന്റെ വാപ്പാനോട്. എന്തിനാ അവിടെ വന്നത്? എന്താ വേണ്ടതെന്ന് അർത്ഥം. ഇവിടെ എന്തിനു വന്നതാ? നമ്മളാണെങ്കിൽ എന്താ പറയാ? ഹംസ സാഹിബെ, നമ്മളാണെങ്കിൽ എന്താ പറയാ? ഞാൻ എന്റെ മോളെ കാണാഞ്ഞിട്ട് വന്നതാന്നാ പറയാ അല്ലേ? അതല്ലേ ബേജാറ്, അതല്ലേ ഉള്ളിന്റെ ഉള്ളിലുള്ളത്. പക്ഷേ ആദ്യം പറയേണ്ട വാചകം ആദ്യം പറയണം. ഈ കുട്ടിന്റെ ബാപ്പയായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോ പറയാണ്, ഖദ് ബഅസനി അശ്ശൈഖു അബ്ദുൽ ഖാദിർ ഖദ്ദസല്ലാഹു സിർറഹു, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതുകൊണ്ട്, എന്നോട് എന്നെ ഇങ്ങോട്ട് വിട്ടതുകൊണ്ട് വന്നതാണ്. അത് പറഞ്ഞപ്പോ ഇദ്ദേഹം ഔലിയാക്കളെ ബഹുമാനിക്കുന്ന ആളാണ്. ഔലിയാക്കളെ കറാമത്ത് മരിച്ചാലും നിലനിൽക്കും എന്ന് പറയുന്ന ആളാണ്. കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയാണ്. ഏതിനു വേണ്ടി?
അമ്പിയാക്കന്മാരെ മുഅ്ജിസത്തുകള്, ഹബീബായ തങ്ങളെ മുഅ്ജിസത്ത്, എല്ലാ നബിമാരെ മുഅ്ജിസാത്തുകളും അവര് വഫാത്തായാലും അത് നിലക്കൂല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഹയാത്ത് കാലത്ത് നമ്മളെ സഹായിച്ച പോലെ, മറ്റ് അമ്പിയാക്കന്മാര് വഫാത്തിന്റെ മുമ്പ് സഹായിച്ച പോലെ ഇപ്പോഴും സഹായിക്കുമെന്ന് പഠിപ്പിക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. ആ സംഘടന ഉണ്ടാക്കിയത് തന്നെ അതിനു വേണ്ടിയാണ്. ഔലിയാക്കന്മാർക്ക് അല്ലാഹു കൊടുക്കണ കറാമത്ത് അവര് വഫാത്തായാലും ആ കറാമത്തിന്റെ പവർ കൂടുകയല്ലാതെ ആ പവർ കുറയുന്നില്ല. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന വലിയ പ്രസ്ഥാനത്തിനെ കെട്ടിപ്പടുത്തത് എ പി ഉസ്താദ്, ആദ്യകാല സെക്രട്ടറിയായ എ പി ഉസ്താദ്. അതാരാണ്? പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മൗലവി ഉസ്താദ്. അവര് ആദർശം പഠിപ്പിക്കാനാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. വഹാബികൾ വന്നിട്ട് പറഞ്ഞു, അല്ല, നാദാപുരം സംവാദത്തിൽ ലാ തൻഖതിഉ കറാമത്തുൽ ഔലിയാഇ ബഅദ മൗതിഹിം, അതേ ഔലിയാക്കളെ കറാമത്ത് മുറിയൂല്ല എന്ന വാചകം, ലാ തൻഖതിഉ എന്ന് പറയുന്ന ലാ കട്ടുകളഞ്ഞു. ഔലിയാക്കൾ വഫാത്തായാലും അവരെ കറാമത്ത് മുറിയൂല എന്ന വാചകം വായിക്കുമ്പോ അന്നത്തെ മൗലവിമാരില്ല കട്ടുകളഞ്ഞു. മുറിയൂല, അവര് വഫാത്തായാലും കറാമത്ത് മുറിയൂല എന്ന് അർത്ഥമുള്ള ആ വാചകം കട്ടുവായിച്ചില്ല എന്ന വാചകം കട്ടുവായിച്ചു. എല്ലാവർക്കും മനസ്സിലായില്ല എന്നുള്ളത് കട്ടതാണ് വഹാബികള്. നാദാപുരത്ത് ഞാനൊക്കെ ജനിക്കണതിന് മുമ്പുണ്ടായ സംഭവമാണത്. പഴയ ഉസ്താദുമാര് പറഞ്ഞു കേട്ടതും വായിച്ചറിഞ്ഞതുമാണ്. എല്ലാവർക്കും മനസ്സിലായില്ല, ആ കട്ടതാണ്. ഹിന്ദു സഹോദരന്മാർക്ക് വരെ മനസ്സിലായി. മുജാഹിദിന്റെ മൗലവിമാർ എന്തോ കെട്ടിട്ടുണ്ട്. നേരം വെളുത്തപ്പോ അങ്ങാടിയിൽ വന്നപ്പോ ഹിന്ദു സഹോദരന്മാര് പറയാൻ തുടങ്ങി, ഇന്നലെ മുജാഹിദിന്റെ മൗലവി ലാമ്പ് കട്ടുപോയി. മുജാഹിദിന്റെ മൗലവി ലാമ്പ് കട്ട്, ലാന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയില്ലല്ലോ അവർക്ക്. അവര് പറഞ്ഞു ലാമ്പ് കള്ളനാണ്. ആര്? മുജാഹിദിന്റെ മൗലവി. നാദാപുരത്ത് വെച്ചുണ്ടായ സംഭവമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മളെ വലിയ ആലിമീങ്ങൾ ഔലിയാക്കന്മാരെ കറാമത്ത് മുറിയുന്നില്ല വഫാത്തായാലും. അതുകൊണ്ട് അവരെ വിളിക്കാം, വഫാത്തായാലും വിളിക്കാം, അവരോട് സഹായം ചോദിക്കാം. ബല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂട തീരം ചെയ്യും ഞാനെന്നോവർ. അള്ളാന്റെ വലിയായ മുഹിദ്ദീൻ ശൈഖിനെ ലോക മുസ്ലിമീങ്ങൾ വിളിക്കുന്നത് അത് വലിയാണെന്നുള്ള നിലക്കാണ്. റസൂലുള്ളാഹിനെ വിളിക്കുന്നത് റസൂലുകളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള നിലക്കാണ്. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ് എന്ന് അള്ളാനെ വിളിക്കുന്നത് ഇതെല്ലാത്തിനെയും പടച്ച ഖാലിഖായ റബ്ബാണ് എന്നുള്ള നിലക്കാണ്. ഒരാൾ ഇപ്പൊ ഇവിടെ വീഴാൻ പോവാണ്, അല്ലാഹു തആല എല്ലാ വീഴല്ല തൊട്ടും കാത്തി രക്ഷിക്കുമാറാകട്ടെ. വീഴാൻ പോകുമ്പോ എന്താ വിളിക്കൽ? എന്റെ അമ്മ എന്നറിഞ്ഞ് വിളിക്കുക. എന്നാ കുഴപ്പമുണ്ടോ? ഇല്ല, അത് ഉമ്മ എന്നല്ല വിളി. ചെറുപ്പത്തിൽ എന്നെ വിളിച്ച് ശീലിപ്പായതാ. മുജാഹിദിന്റെ കണക്ക് പ്രകാരം ഉമ്മ മരിച്ചു പോയിക്കണമെങ്കിൽ ഈ വിളിച്ചോൻ അപ്പൊ തന്നെ ഗാഫറാവും. കാരണം മരിച്ച ആൾക്കാരെ വിളിക്കാൻ പാടില്ലല്ലോ, അവരെ കണക്ക് അങ്ങനൊക്കെയാണ്. എന്നാൽ നിങ്ങൾ നോക്കണം, ജാമിഅ നൂരിയ എന്ന് പറയുന്ന സ്ഥാപനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമല്ലേ സുഹൃത്തുക്കളെ? അവിടത്തെ ഒരു മുദരിസാണത്രേ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു, എന്ത് പള്ളിപ്പുറത്തുകാരനായിരിക്കുന്ന അബ്ദുള്ള ഫളുഫരി എന്റെ വന്യ ഗുരുവാണ്. ആരാ അബ്ദുള്ള ഫളുഫരി? നിങ്ങൾക്ക് അറിയോ? അയാള് എന്ന് അറബിയിൽ കവിതാ ഗ്രന്ഥം ഉണ്ടാക്കിയ ആളാണ്, മാലുണ്ടാക്കിയ ആളാണ്. എന്താണ് അത്വൽഉന്നദീദ് എന്ന് പറഞ്ഞാല്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥം അത് കവിതയാക്കിയതാണ്. എന്താണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബു തൗഹീദിലുള്ളത്? അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ പാടില്ല, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കം മരിച്ചുപോയ ഒരു നബിയോടോ ഒരു വലിയനോടോ സഹായം ചോദിച്ചാൽ വിളിച്ചാൽ
ശിർക്ക് ചെയ്തു. റസൂലുള്ളാഹിനെ വിളിച്ചവൻ ശിർക്ക് ചെയ്ത കാഫിറാണ്, മുശ്രിക്കാണ് എന്ന ആശയം ലോകത്ത് ആദ്യമായി പഠിപ്പിച്ചത് ഇബ്നു തൈമിയ്യ എന്ന മനുഷ്യനാണ്. ആ ഇബ്നു തൈമിയ്യയുടെ ആ പിഴച്ച ആശയം, ദുഷിച്ച ആശയം, ഖുർആനിൽ ഇല്ലാത്ത ആശയം, സ്വഹാബത്തിന് അറിയാത്ത ആശയം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ ആരും മനസ്സിലാക്കാത്ത ആശയം ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഇബ്നു തൈമിയ്യാണ് ലോകത്ത് ആദ്യമായി പഠിപ്പിച്ചത്. ആ ഇബ്നു തൈമിയ്യ പറഞ്ഞത് കേട്ടിട്ട് അയാളെ പുസ്തകം വായിച്ചിട്ട് വഴിപിഴച്ച ഒരാളെ പേരാണ് എന്ത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എഴുതിയ ഗ്രന്ഥത്തിന്റെ പേരാണ് കിതാബു തൗഹീദ്. സൗദി അറേബ്യയിലൊക്കെ മദ്രസയിൽ വലിയ പാഠപുസ്തകമാണ് കിതാബു തൗഹീദ്. എന്നാൽ ആ കിതാബു തൗഹീദിനെ പള്ളിപ്പുറത്തുകാരൻ, കേരളക്കാരനായ ഒരു മൗലവി, അയാള് നല്ല പദ്യമാക്കി അറബിയിൽ നളുമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. സംഗതി നല്ല പദ്യമൊക്കെ തന്നെ. പക്ഷേ ആ പദ്യത്തിൽ പറയണത് എന്താണ്? അള്ളാന്റെ റസൂൽ അടക്കം ഏത് നബിയെ വിളിച്ചാലും, ഏത് വലിയനെ വിളിച്ചാലും അത് ശിർക്കുൻ അക്ബറാണ്. വിളിച്ചവൻ, സഹായം തേടിയവൻ കാഫിറാണ് എന്ന ആശയം പഠിപ്പിച്ച ആളെ പറ്റി ഈ മുദർരിസ് എഴുതി വെക്കാത്രേ. എന്താ എഴുതി വെച്ചത്? ഫേസ്ബുക്കിൽ എഴുതി വെക്കാണ്, അയാൾ എന്റെ വന്യ ഗുരുവാണ്, അള്ളാന്റെ റസൂലിനെ വിളിച്ചവൻ കാഫിറാണെന്ന ആശയം എന്ന അറബി ഗ്രന്ഥത്തിൽ എഴുതി വെച്ച ആള് നമ്മളെ മുദർരിസിന്റെ വന്യ ഗുരുവാണ്. അങ്ങനത്തെ ആളുകൾ ഇപ്പോഴും വന്യ ഗുരുവാണ്, ഞാൻ അയാളെ ശിഷ്യനാണ് എന്നും പറഞ്ഞ് ആ കോളേജിൽ പഠിപ്പിക്കുമ്പോ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് ശൈഖുനാ ശംസുൽ ഉലമാ പടി ഉസ്താദ് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് ശൈഖുനാ ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ പഠിപ്പിച്ച ഇസ്ലാം, വരക്കൽ മുല്ലക്കോയ തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് അതാരുടെ കയ്യിലാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ ഒന്നുകൂടി കാര്യം തിരിഞ്ഞിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരാൾ എഴുതി വെച്ചിട്ട് അയാൾ ഇപ്പോഴും അവിടെ മുദർരിസ മാത്രല്ല, അയാൾ എഴുതി വെച്ചത് അയാൾ തന്നെ ന്യായീകരിക്കുകയാണ്. എന്റെ അടുക്കൽ തെറ്റുപറ്റിപ്പോയതാണ് അയാളും പറയുന്നില്ല, അയാളെ വന്യ ഗുരുവായ ഹോജയും പറയണില്ല, തെറ്റുപറ്റിപ്പോയതാണെന്ന് പറയണില്ല. ലോക മുഅ്മിനീങ്ങളെ മുഴുവനും കാഫറാക്കിയവരല്ലേ അവര്. അള്ളാന്റെ റസൂലിനെ വിളിച്ചത് ആരാണ്? റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം വിളിച്ചത് ഒന്നാമത് വിളിച്ചത് ആരാ? അബൂബക്കർ സിദ്ദീഖ്. ഇവരെ കണക്കിൽ, ഇബ്നു തൈമിയ്യയുടെ കണക്കിൽ അവരൊക്കെ കാഫറ. കാരണം അവർ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചില്ലേ. വഫാത്തായ നബിയെ വിളിച്ചിട്ട് എന്തേ പറഞ്ഞത്? സിദ്ദീഖ് തങ്ങൾ എന്തേ പറഞ്ഞത്? ബി അബീ അൻത വ ഉമ്മീ യാ നബി അല്ലാഹ്. ഇത് ചെറിയ തമാശക്കളിയല്ല, ഇത് തമാശക്കളിയല്ല, ഇത് ചെറിയ ശാഖാപരമായ പ്രശ്നമല്ല. ഇസ്ലാമിന്റെ അടിത്തറയ്ക്ക് ഘടകവിരുദ്ധമായ ആശയം അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കമുള്ള സ്വഹാബത്തിന് മുഴുവനും മുശ്രിക്കാക്കുന്ന ആശയം ഇബ്നു തൈമിയ്യ ആദ്യം പറഞ്ഞു. അത് മനസ്സിലാക്കിയിട്ട് അതേമാതിരി കോപ്പി അടിച്ചിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു. അയാളെ ഗ്രന്ഥം പദ്യമാക്കിയിട്ട് ഈ മലപ്പുറത്തുകാരൻ, പള്ളിപ്പുറത്തുകാരൻ പറഞ്ഞപ്പോ ഈ കോളേജിൽ പഠിപ്പിക്കണ മുദർരിസ് പറയാ അയാൾ എന്റെ വന്യ ഗുരുവാണ്. ഫേസ്ബുക്കിൽ എഴുതിയപ്പോ പലരും അതിനെ വിമർശിച്ചപ്പോഴോ ഇപ്പൊ ന്യായീകരിക്കുക. അത് അങ്ങനെ പറഞ്ഞതല്ല, കൊങ്ങനെ പറഞ്ഞതല്ല, എങ്ങനെ പറഞ്ഞാലും തെറ്റാണ്. അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിനെ അടിക്കല്ലടക്കുന്ന ആശയമാണ്. അപ്പൊ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാം. ബഹുമാനപ്പെട്ട ഈ ജിന്നുകളെ ഞാൻ പറഞ്ഞ വിഷയം അതാണ്. ജിന്നുകളെ നേതാവ് എന്ത് പറഞ്ഞു? ഈ കുട്ടിന്റെ വാപ്പ പറയാണ്, എന്നെ മുഹീദ്ദീൻ ശൈഖ് വിട്ടത് കൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോഴോ പ്രിയപ്പെട്ടവരെ, ജിന്നുകളെ നേതാവ് ആ കുതിരപ്പുറത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. താഴെ ഇറങ്ങിയിട്ട് പറഞ്ഞു, നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിന്റെ ആളാണെങ്കിൽ,
നിങ്ങൾ താഴെയും ഞാൻ കുതിരപ്പുറത്ത് മേലെ നിൽക്കൽ ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയതാ. നിങ്ങൾ മൊഹീദ്ദീൻ ഷേഖിന്റെ ആളല്ലേ, അപ്പൊ മൊഹീദ്ദീൻ ഷേഖിനെ ബഹുമാനിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാ എന്നാര് പറഞ്ഞു? ജിന്നുകളെ നേതാവ് പറഞ്ഞു. ജിന്നുകൾ ഉണ്ടാവും, സ്വാലിഹീങ്ങൾ. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് നിന്നുള്ള ജിന്നുകളൊക്കെ ഇപ്പൊ ഉണ്ടാവും, ഉണ്ട്. കണ്ടോ? എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ എന്താ പറഞ്ഞത്? ആരാണ്, എന്തിനാ ഞങ്ങൾ വന്നത്? മൊഹീദ്ദീൻ ഷേഖ് എന്തിനാ ഞങ്ങളെ വിട്ടത്? അപ്പൊ പറഞ്ഞു, എന്റെ മകളെ കാണുന്നില്ല, അതുകൊണ്ട് പറഞ്ഞയച്ചതാണ്. ഉടനെ ഓർഡർ വന്നു. എന്ത്? ഇയാളെ മകൾ ആരാ കൊണ്ടുവന്നത്? മന്ത്രിമാരിലേക്കും ജിന്നുകളായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞ് പെട്ടെന്ന് തെരഞ്ഞ് പിടിച്ചു കൊണ്ടുപോവാ, അന്വേഷിച്ച് കൊണ്ടുപോവാ, ബഹ്സ് ചെയ്ത് കൊണ്ടുപോവാ. അങ്ങനെ ജിന്നുകളതാ 4 ഭാഗത്തേക്കും, ജിന്നിനും ഇൻസിനും മറ്റ് മലക്കിനും ഞാനീവയെല്ലാവർക്കും മെയ്യേ ശൈഖെന്നോവർ.